അവിടെ ക്ഷമിക്കാനാ പറഞ്ഞത്? അല്ല, അള്ളാഹ് ബേജാറായി എന്നാ പറഞ്ഞത്, മലക്കുകൾ ഇറക്കി വിളിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ ഈ രൂപത്തിലാണ് ഇവർ നടത്തുന്നത്. ദുർവ്യാഖ്യാനം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഔലിയാക്കൾ എന്താന്ന് ഈ സാധുക്കൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു ഗ്രൂപ്പിന് പറ്റണ ഔലിയ മറ്റേ ഗ്രൂപ്പിന് പറ്റൂല. എത്രത്തോളം വേറെ ഔലിയ ഉണ്ടെന്നാ പേര് കോട്ടിക്കുളം. കോട്ടിക്കുളം ഔലിയെ കുറിച്ച് ഒരു കാന്തപുരം സുന്നി പറയണേ കേട്ടോളൂ. കോട്ടിക്കുളം ഔലിയും കാന്തപുരം തമ്മിലുള്ള ബന്ധം. എത്രയോ ഔലിയാക്കൾ ഉസ്താദുമായി ബന്ധമുണ്ട്. ഉസ്താദിന് ബർക്കത്ത് വാങ്ങുന്നവരാണ് അധിക ഔലിയാക്കൾ. അങ്ങനെ എന്നെ പറയണോ? കൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദി പലരും കണ്ടിട്ടുണ്ടാവും. ബർക്കത്ത് സമ്മേളനത്തിന് 4-5 സമ്മേളനത്തിന് വരുന്നത് ഞാൻ എന്റെ കണ്ടുകൊണ്ടുണ്ട്. അബ്ദുൽ അസീസ് ഖാദിന് ആർക്കും കൈ കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. ഒരാൾക്ക് കൈ കൊടുക്കണമെങ്കിൽ കയ്യിലൊരു മുണ്ടിട്ടേ കൊടുക്കൂ. ഉസ്താദിന് നേരിട്ട് കൈ കൊടുക്കും. കൊട്ടിക്കുളം എന്തേ അബ്ദുൽ അസീസ് ഖാദി ഇങ്ങനെ മുണ്ടിട്ട് കൈ കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടട്ടോ. ഒരു വലിയൊരു മഹാനാണ്, അല്ലാഹു റസൂലുമായി ബന്ധമുള്ള ഒരു വലിയ ആശിക്കായ മനുഷ്യനാണ്. 2 വർഷത്തോളം മലർന്ന് കിടന്ന് ജീവുണ്ട് ആ രൂപത്തിൽ കിടന്നിരുന്നു അബ്ദുൽ അസീസ് ഖാദി. സുഖല്ല. ആ കാലത്ത് റബീഉൽ അവ്വൽ 12-ന് ഒരു വലിയ മൗലിദ് നടത്താറുണ്ട് തന്റെ വീട്ടിൽ. ആ മൗലിദില് 12-ന്റെ അന്ന് ജീവനില്ലാത്ത പോലെ കിടക്കുന്ന അബ്ദുൽ അസീസ് ഖാദി സംസാരിക്കുകയും പിന്നെ ആ ബോധം തിരിച്ചു കിട്ടുകയും ചെയ്തു. 12-ന് മാത്രം. അത്രയും വലിയ കറാമത്തുള്ള മഹാൻ. അല്ലാഹു റസൂലിനെ നേരിട്ട് കണ്ടു എന്ന് എന്നോട് അബ്ദുൽ അസീസ് ഖാദി പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ടു റസൂലുള്ളാഹി. 18-ാമത്തെ വയസ്സിൽ എന്റെ വീട്ടിൽ എന്റെ ഉപ്പയുടെ ദർസിൽ റിയാദ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നും അവസ്ഥ മാറി റൂമും പള്ളിയും ഒന്നും കാണാത്തൊരവസ്ഥയുണ്ടായി. ഞാൻ എന്റെ ഉണർച്ചയിൽ കാണുകയാണ്, വലിയൊരു സംഘം വരുന്നു. ഒരാൾ വിളിച്ചു പറയുന്നു, ഹാദാ റസൂലുള്ളാഹ്, ഈ വരുന്നത് നബി തങ്ങളാണ്, ഈ വരുന്നത് നബി തങ്ങളാണ്, ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഞാനിത് കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഒരു കുതിരയുടെ മുകളിൽ റസൂലുള്ളാഹി തങ്ങളുണ്ട്, പിന്നിൽ കുറെ സ്വഹാബിമാരുണ്ട്. ഞാൻ ചാടി എഴുന്നേറ്റ് റസൂലുള്ളാഹി തങ്ങൾ എന്നെ കൂട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ചുംബിച്ചു എന്നും പറഞ്ഞ് കൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദി പൊട്ടിക്കരഞ്ഞു. എന്നോടാ പറഞ്ഞത്. വലിയ കറാമത്തുള്ള മഹാനാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു വാർത്ത മനുഷ്യൻ പറയില്ലേ. നോക്കുക, ഔലിയാക്കൾ മുഴുവൻ ഉസ്താദിനെ മനസ്സിലാക്കി. കണ്ടോ? ഔലിയാക്കൾ മുഴുവൻ മനസ്സിലാക്കി. കോട്ടിക്കുളം ഖാദിരിയത് മൂപ്പര് പറയാണ് നബിയെ നേരിട്ട് കണ്ട ആളാണ്. നേരെ നബി ഇങ്ങനെ ഒരു ദിവസം കോട്ടിക്കുളം ഖാദിരിക്കുമ്പോ ഒരു സംഘം ആൾക്കാര്, അപ്പൊ ഒരാള് ഹാദാ റസൂലുള്ളാഹ്, ആ മനസ്സിലായി, ഓ നബിയാണ് എന്നാ മനസ്സിലായില്ലേ. ഇത് കോട്ടിക്കുളം ഖാദിരിയോട് നേരിട്ട് പറയാൻ പ്രശ്നമില്ല. അപ്പൊ വേറൊരാളെ പിടിക്കണ്ട. മൂപ്പരോട് നേരിട്ട് പറഞ്ഞായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. മൂപ്പരോട് നേരിട്ട് പറഞ്ഞാണ് കോട്ടിക്കുളം ഖാദിരി. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജാതി വെടികൾ പറയാന്ന് പറഞ്ഞാല് ഇതൊക്കെ മനുഷ്യന്മാരുടെ മുന്നിലാണല്ലോ പറയണമെന്ന് ചിന്തിക്കണില്ല ഈ സാധുക്കള്. ആയിക്കോട്ടെ, അതിനേക്കാളും വലുത് വേറെ ഉണ്ട്. അതിപ്പോ നമ്മുടെ ചർച്ചാവിഷയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ടേക്ക് ആ ഗ്രൂപ്പിലേക്ക് കയറുന്നില്ല. ഇതിപ്പോ ഇങ്ങനെ ആ മിഡിൽ ഭാവത്തിന് ഇങ്ങനെ പോകലാ നല്ലത്. അപ്പൊ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ കോട്ടിക്കുളം ഖാദിരി നബിയെ ഇങ്ങനെ നേർക്ക് കണ്ട ആളാ, നേർക്ക് നേരെ കണ്ട ആളാന്നാണ്. നേർക്ക് നേരെ വെച്ചാൽ അങ്ങാടിനോട് നബി ഇങ്ങനെ വരിക. കോട്ടിക്കുളം ഖാദിരി ഇരിക്കുമ്പോഴേ അനാഥ റസൂലുള്ളാഹി നബിയെ കണ്ട് തരാൻ പറഞ്ഞ എങ്ങനെ ബോധം കിട്ടുപോയി, അങ്ങനെ പലതും നടന്ന് സംഭവിച്ച ആളാണ്. വലിയ ഔലിയാണെന്ന് പറഞ്ഞത്. ഇതേ കോട്ടിക്കുളം ഔലിയെ കുറിച്ചിട്ട് ഈ സമസ്ത പറയണതോ, സമസ്ത ഇത് 2 സമസ്തക്കാരാണല്ലോ. ആ സമസ്ത പറയുന്നത് എന്താ കേട്ടോളൂ. ഖാദിരിയുടെ പോരിശകൾ. ഏത് ഖാദിരി? ചിന്തിക്കുന്നവർക്ക് പാഠമായി കോട്ടിക്കുളം ഖാദിരി. ഈ പറഞ്ഞ അതേ ഖാദിരി. ആ ഖാദിരിയുടെ പോരിശ കേട്ടോ. ഈ കള്ള ഖാദിരിയുടെ പോരിശകൾ കേൾക്കണ്ടേ? ഇത് ഈ സമസ്ത എന്താ പറയണത്? 1, ഒറ്റ വഖത്തും നിസ്കരിക്കില്ല. സുബ്ഹാനല്ലാഹ്. 35 കൊല്ലമായി താൻ അയാളുമായി അടുത്ത് ബന്ധപ്പെടുന്നു. ഇതിനിടയ്ക്ക് ഒരു മഗ്രിബ് നമസ്കാരമല്ലാതെ മറ്റൊന്നും അയാൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് ശൈഖിന്റെ പ്രധാന മുരീദായ ഉദുമക്കാരൻ മമ്മിച്ച പറയുന്നു. എത്ര കൊല്ലം? 30 കൊല്ലമായിട്ട് ആകെ നിസ്കരിച്ച ഒരു മഗ്രിബ്. ഓ, വലിയ ഔലിയായി പോയി. ആകെ നിസ്കരിച്ച ഒരു മഗ്രിബ്. 2, രണ്ടാമത്തെ കേട്ടോ വലിയ ദർജയാണ്. ജുമുഅക്ക് പോകാറില്ല. ജുമുഅക്ക് പോകാറില്ല. സുബ്ഹാനല്ലാഹ്. വെള്ളിയാഴ്ച ഏത് തമ്മാടിയും പള്ളിയിലൊന്ന് പോയി എത്തി നോക്കും ഇല്ലേ? ഞാൻ കാക്ക എന്ന് പറയണല്ലോ. പക്ഷെ ഈ സാധു ജുമുഅക്ക് പോകാറില്ല. വെള്ളിയാഴ്ച രാവിലെ തന്നെ കുളിക്കാനായി കുളത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയാല് വൈകുന്നേരം വരെ തലയിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് കുളത്തിൽ തന്നെ കഴിയും. ഇപ്പൊ പൊട്ടാംസ് കിടക്കണ പോലെ വെള്ളത്തിൽ നിന്ന് കയറൂല. രാവിലെ വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ കയറുന്നപ്പോഴാണ് വൈകുന്നേരത്താണ്. പിന്നെ എങ്ങനെ ജുമുഅ? അപ്പൊ ആളുകൾ ജുമുഅക്ക് പോകുമ്പോ എല്ലാരും പള്ളിയിൽ പോകുമ്പോ മൂപ്പര് വെള്ളത്തിലാ. എല്ലാരും പള്ളിയില്, ഖാദിരി വെള്ളത്തില്. ആയിക്കോട്ടെ. 3, കൈകൊണ്ടൊരാളെയും ഒരു വസ്തുവിനെയും തൊടില്ല. അത് ഇയാൾ പറഞ്ഞു.
തുണി ഇട്ടിട്ട് എല്ലാത്തിനെയും തൊടുള്ളൂ, തുണി വെച്ചിട്ട് തൊടുള്ളൂ. എന്ത്? കൈ കൊണ്ടൊരാളെയും ഒരു വസ്തുവിനെയും തൊടില്ല. കയ്യിൽ ടവൽ ചുറ്റിക്കൊണ്ടേ ആളുകളെ തൊടുകയോ അവർക്ക് എന്തെങ്കിലും നൽകുകയോ ചെയ്യുകയുള്ളൂ. സ്വന്തം വാഹനത്തിൽ പോലും അന്യർ തൊടുന്നത് ഇഷ്ടവുമല്ല. അപ്പൊ മനുഷ്യന്മാരൊന്നും തൊടൂല. ഒരു തുണി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കൈ കൊടുക്കണ ഇങ്ങനെയാണെന്നാ, തുണിയിൽ ഇങ്ങനെ തുണി ഇട്ടിട്ടാണ് കൈ കൊടുക്കണെന്നാ. 4, ഇഷ്ടം പോലെ കല്യാണം കഴിക്കും. യുവസുന്ദരികളായിരിക്കും കൂടുതലും. 2 or 3 മാസത്തിന് ശേഷം അവർ ഒഴിവാക്കും. ആരെങ്കിലും എനിക്കൊരു മകളെ കെട്ടിക്കാനുണ്ട്, സഹായിക്കണമെന്ന് പറഞ്ഞു വന്നാൽ തനിക്ക് കെട്ടിച്ചു തന്നോളൂ എന്ന് പറയും. ഒരു സാധു എന്റെ മകളെ കെട്ടിക്കാനുണ്ട്, വല്ലതും സഹായിക്കണമെന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം, ഇങ്ങ് കെട്ടിച്ചത്, ഒരു പ്രശ്നമില്ല. അങ്ങനെ കാതിരി കെട്ടുമെന്നാണ്. കക്ഷിക്ക് സമ്മതമാണെങ്കിൽ പെണ്ണിനെയും വലിയനെയും കൊണ്ടുവരാൻ പറയും. പെണ്ണ് വരുമ്പോൾ ധരിക്കാനുള്ള വസ്ത്രവും 500 രൂപയും കൊടുക്കും. 50-ലധികം പെണ്ണുങ്ങളെ ഇങ്ങനെ കല്യാണം കഴിച്ചു വിട്ടതായി നാട്ടുകാർ പറയുന്നു. ഇതാണ് കോട്ടിക്കുളം കാതിരിയെ നീക്കിയ സമസ്ത. ആ കോട്ടിക്കുളം കാതിരി നബിയെ നേരിട്ട് കണ്ട മഹാനാണ്. കാന്തപുരം ഉസ്താദിന്റെ വലങ്കയ്യാണെന്ന് നമ്മുടെ അഹ്സനി. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ് ഈ ഔലിയ എന്ന് പറഞ്ഞത്? എന്താ ഞങ്ങൾക്ക് മനസ്സിലാകണില്ല, നമുക്കൊക്കെ മനസ്സിലാകണല്ലോ. അപ്പോ വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ എന്താ ഇവിടെ സംഭവിച്ചറിയോ? ഇവർക്ക് അസിലില്ല. മുജാഹിദികൾക്കുണ്ടെന്ന് പറഞ്ഞ നിലപാടുണ്ടല്ലോ, ആ നിലപാട് സമസ്തക്കാർക്കില്ല. അതാണ് പ്രശ്നം. അസിലില്ലാതെ പോയി, അടിസ്ഥാനമില്ലാതെ പോയി ഏത് തോന്നിയാസവും ആരുടെ പേരിലും പറയാ. എന്നോട് അയാൾ നേരിട്ട് പറഞ്ഞതാണ്, ഇത് ഇന്ന മഹാൻ പറഞ്ഞതാണ്, അത് മറ്റേ മഹാൻ പറഞ്ഞതാണ്, ഇത് ഇന്ന തരീക്കത്തിലുള്ളതാണ്, അത് മറ്റേ തരീക്കത്താണ്, അത് ഇന്ന മദ്ഹബാണ്, അത് ഇന്ന ശൈഖിന്റെ വാദമാണ്. അങ്ങനെ ആരുടെ പേരിലും എന്തും പറയാം. അസ്ലില്ല, നിലപാടില്ല. ഖുർആനാണ് പ്രമാണം, സുന്നത്താണ് പ്രമാണം എന്ന നിലപാടില്ല. നേരെ മറിച്ച് ഇവിടുത്തെ സമസ്ത എന്ന് പറയാൻ തനി സൂഫിയാണ്, സൂഫിസമാണ്. ആ സൂഫിസത്തെ കടമെടുത്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സമസ്ത. അസ്ല് നഷ്ടപ്പെട്ടു പോയി, അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ഖുർആനാകുന്ന സുന്നത്താകുന്ന ആ അടിസ്ഥാനം നഷ്ടപ്പെട്ട കേവലം അടിത്തറയില്ലാത്തൊരു കൂടാരം മാത്രമാണ് സമസ്ത. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഞാനിത് വെറുതെ ആരോപണം പറയല്ല, നേരെ മറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായി 2 ഗ്രൂപ്പുകാരും പറയുന്നത് കേട്ടോളൂ. എന്താണ്? നരകം വേണ്ട. സുബ്ഹാനല്ലാഹ്, നരകം വേണ്ട എന്ന് പറഞ്ഞാല് നമുക്ക് വേണമെങ്കിലും ഒക്കെ ഉൾക്കൊള്ളാൻ, നരകം ഇല്ലെങ്കിൽ ഹൈറായി, നരകത്തിൽ പോകണ്ടല്ലോ എന്ന് വിചാരിക്കുക. അപ്പോ അങ്ങനെ ആശ്വസിക്കാം. പക്ഷേ സ്വർഗവും വേണ്ട, സ്വർഗവും നരകമൊന്നും വേണ്ട.